മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നവരാത്രി സ്പെഷ്യലാണ്. നവരാത്രി സ്പെഷ്യൽ മധുരമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ ശർക്കര പുട്ട്, അല്ലെങ്കിൽ ചക്കര പുട്ട് എന്ന് പറയാം, വെല്ലപ്പുട്ട് എന്ന് പറയാം, പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ശർക്കര പുട്ട് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു ചിരട്ടപ്പുട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു 50 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാഷ്നട്ടും റൈസിൻസും എടുക്കാം. നെയ്യ് വേണം. പിന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി വേണം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പുട്ടുണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയതുകൊണ്ട് ഞാൻ പുട്ടിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് ഈ കാഷ്നട്ടും റൈസിൻസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം കാഷ്നട്ടും റൈസിൻസ് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറിയ അളവിൽ പുട്ടെടുത്തിട്ടുള്ളതുകൊണ്ട് ചെറിയ അളവിൽ മതി കാഷ്നട്ടും റൈസിൻസും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ കാഷ്നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അധികം ടൈം എടുക്കില്ല ഉണ്ടാക്കാനായിട്ട്. നമ്മൾ പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ ശർക്കരപ്പാനി 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട. ശർക്കരപ്പാനി ഒന്ന് ശർക്കര ഒന്ന് വെള്ളത്തിൽ അലിഞ്ഞ് ചേരുക, അത്രയേ ഉള്ളൂ. ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കാഷ്നട്ടൊക്കെ ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറേ സമയം കഴിഞ്ഞിട്ട് റൈസിൻസ് ചേർക്കുകയാണെങ്കിൽ കാഷ്നട്ടിൻ്റെ കളർ വല്ലാതെ അങ്ങ് മാറിപ്പോവും. അതുകൊണ്ടാണ് കാഷ്നട്ട് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ റൈസിൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള റെസിപ്പികളൊക്കെ എന്തായാലും നവരാത്രി ആകുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി റെസിപ്പിയാണ്. പിന്നെ നവരാത്രി സ്പെഷ്യലായിട്ട് നമ്മൾ എപ്പോഴും പൂജാ സമയങ്ങളിൽ ഉണ്ടാക്കാറുള്ള റെസിപ്പിയാണിത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ നവരാത്രി സ്പെഷ്യൽ ഉണ്ണിയപ്പത്തിൻ്റെ നമ്മുടെ ഉണക്കലരി ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് ചെയ്ത് നോക്കണേ. അതും നല്ലൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. കൂടുതൽ നാൾ സൂക്ഷിച്ച് വെക്കാവുന്നൊരു ഉണ്ണിയപ്പാണത്. നമ്മുടെ റൈസിൻസ് ഒക്കെ ഇതാ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. നമുക്കിതിപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രങ്ങളൊന്നും കഴുകേണ്ട. ഈ ഒരു പാനിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാം. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. ഇനി നമ്മൾ തീ കുറച്ചിട്ട് ഇതിലേക്കൊരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുക. ശർക്കരപ്പാനി എപ്പോഴും അരിച്ചിട്ട് ചേർക്കുക കേട്ടോ. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് നന്നായിട്ട് അരിച്ചിട്ട് ചേർക്കാന്ന് പറയുന്നത്. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി കിട്ടുകയും വേണം. നെയ്യിൽ ചൂടാക്കി എടുക്കുമ്പോഴാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ പുട്ടും കൂടി ചേർക്കാം. വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ കണ്ടോ നമ്മുടെ ശർക്കരപ്പാനി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ശർക്കരപ്പാനിയിലേക്ക് പുട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 75 ഗ്രാം ശർക്കര വരെ എടുക്കാം. ഒരുപാട് മധുരം ഇല്ലാതെ ഈ ഒരു റെസിപ്പി ചെയ്യുകയാണ് നല്ലത്. ഒരു മീഡിയം മധുരത്തിൽ ഈ ഒരു റെസിപ്പി ചെയ്യുകയാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ പുട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പുട്ടിനി ശർക്കരപ്പാനിയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കട്ടെ. ആ മഞ്ഞൾപ്പൊടിയുടെ കളറും എല്ലാം ചേർന്ന് മിക്സായി വരണം. ഇനി ഇതൊന്ന് വറ്റി വരട്ടെ. നെയ്യൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമ്മൾ നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള നെയ്യ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് വറ്റി വരണം, അത്രയേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു 3 ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ടുണ്ട്. തൊലി മാറ്റിയിട്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ
അപ്പോൾ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 3 ഏലക്കയുടെ കുരു മാത്രം ചേർക്കുക. തൊലി വേണ്ട, തൊലി നമുക്ക് എടുത്ത് മാറ്റി ഇതുപോലെ കുരു ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കണ്ടോ നമ്മുടെ ശർക്കര പുട്ട് റെഡി ആയി കഴിഞ്ഞു. ഇതിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പാകത്തിലാണ് എടുക്കേണ്ടത്. നന്നായിട്ട് ഡ്രൈ ആക്കിയല്ല എടുക്കേണ്ടത്, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന പാകത്തിലെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചില്ലേ കാഷ്യൂനട്ടും റൈസിൻസും, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നവരാത്രി പ്രസാദമായ ശർക്കര പുട്ട് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.